ക്ലാസ്സിലേക്ക് സ്വാഗതം. നല്ല കുട്ടികളായിട്ട് കഴിഞ്ഞ 1ഉം 2ഉം പാഠഭാഗങ്ങൾ റിവിഷൻ ചെയ്ത് പഠിച്ചോ? ടീച്ചർ കുട്ടികളുടെ ചോദ്യമൊക്കെ ചോദിച്ചിരുന്നു അല്ലേ? എല്ലാവരും നല്ല കുട്ടികളായിട്ട് മറുപടിയൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത പാഠം ഏതാണ്? 3ാമത്തെ പാഠം ചെറുതുള്ളികൾ. നിങ്ങൾ ഓൾറെഡി പഠിച്ച പാഠാണല്ലേ? ഈ ചെറുതുള്ളികൾ എന്നുള്ള കുമാരനാശാന്റെ മനോഹരമായ വരികളോട് കൂടിയ കവിതയാണ് ഇന്ന് നമ്മൾക്ക് റിവിഷൻ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറക്കുക. അപ്പൊ നമുക്ക് വീണ്ടും ഒന്നുകൂടെ നമുക്ക് ചെറുതുള്ളികൾ പഠിച്ചാലോ? അപ്പൊ നമുക്ക് കുമാരനാശാന്റെ ചെറുതുള്ളികൾ എന്നുള്ള കവിത ഒന്ന് നോക്കിയാലോ? അല്ലെ, നമുക്കൊന്ന് ചൊല്ലി നോക്കാം. എന്താണ് കവിതയിൽ പറയുന്നത്? ചെറുതുള്ളികൾ ചേർന്നു തന്നെ ഈ കര കാണാതെഴുമാഴിയായതും തരിമണ്ണുകൾ തന്നെ ചേർന്നു നാം മരുവും നൽപ്പെഴുമൂഴിയായതും ചെറുതെങ്കിലും മൻപെരുന്ന വാക്കൊരുവൻ ഉത്സവമേകിടും ചെറുപുഞ്ചിരി തന്നെ ഈ ഭൂമിയെ പരമാനന്ദ നിവാസമാക്കിടും ചെറുതന്യനു നന്മ ചെയ്തുകൊണ്ടൊരു ഛേദം വരുകില്ല എങ്കിലും പരനില്ലുപകാരമെങ്കിലേ നരജന്മത്തിനു മാറ്റുമറ്റുപോം. അല്ലേ? നല്ല ഭംഗിയുള്ള അർത്ഥവത്തായ വരികൾ. എന്താണ് ഈ കവിതയിൽ പറയുന്നത്? നമുക്കൊന്നുകൂടെ പരിശോധിച്ചു നോക്കിയാലോ? അല്ലേ? ചെറുതുള്ളികൾ ചേർന്നു തന്നെ ഈ കര കാണാതെഴുമാഴിയായതും. എന്താണ് ആഴി എന്ന് വെച്ചാൽ? എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? കടൽ എന്നുള്ളതിന്റെ, സമുദ്രം, കടൽ അല്ലേ? ഇതിന്റെ മറ്റൊരു പര്യായ പദമാണ് ആഴി, സമുദ്രം. അല്ലേ? ചെറിയ ചെറിയ വെള്ളത്തിന്റെ തുള്ളികൾ ചേർന്നിട്ടാണ് എന്തുണ്ടായത്? നമ്മുടെ കര കാണാം, നമുക്ക് കണ്ണെത്താത്ത വിധത്തിലുള്ള അത്രയും വലിപ്പമുള്ള സമുദ്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അല്ലെ? നിങ്ങളുടെ പരീക്ഷയുടെ മാർക്കും അങ്ങനെയാണ് അല്ലെ? നമ്മളറിയും അതൊരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ അത് പറയും. അങ്ങനെ ആ 1 1 1 അങ്ങനെ ചേർന്നിട്ടാണ് നിങ്ങൾക്ക് ടോട്ടൽ 30 മാർക്ക് കിട്ടുന്നത് അല്ലെ? അപ്പൊ ചെറുത് എന്നുള്ളത് നിസ്സാരക്കാരനല്ല, ചെറിയ തുള്ളികൾ ചേർന്നിട്ടാണ് വലിയ സമുദ്രങ്ങൾ ഉണ്ടാകുന്നത്. തരിമണ്ണുകൾ തന്നെ ചേർന്നു നാം മരുവും നൽപ്പെഴും ഊഴിയായതും. എന്താണ് ഊഴി എന്ന് വെച്ചാൽ? എന്താണ് ഊഴി എന്ന് വെച്ചാൽ ഭൂമി, ഭൂമിയുടെ മറ്റൊരു പേരാണ്. അതായത് ചെറിയ ചെറിയ തരിമണ്ണുകൾ ചേർന്നിട്ടാണ് ഇന്ന് നാം നമ്മൾ വസിക്കുന്ന ഈ ഒരു നന്മയുള്ള ഭൂമി. നൽപ്പെഴു എന്ന് വെച്ചാൽ എന്താണ്? നന്മയുള്ള, നന്മ അധികമുള്ള അല്ലെ, നന്മയോട് കൂടിയ നല്ല ഈ ഒരു ഭൂമി ഉണ്ടായത് എങ്ങനെയാണ്? ചെറിയ ചെറിയ മൺതരികൾ ചേർന്നിട്ടാണ് അല്ലെ? ഒരു കല്ലുണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരുപാട് മൺതരികൾ ചേർന്നിട്ടാണ് ഒരു കല്ലുണ്ടാകുന്നത് അല്ലെ? അങ്ങനെ ചെറുതിൽ നിന്നാണ് എന്ത് സൃഷ്ടമാകുന്നത്? വലിയ വലിയ വസ്തുക്കൾ ഉണ്ടാകുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? ചെറുതെങ്കിലും മൻപെരുന്ന വാക്കൊരുവൻ ഉത്സവം ഉള്ളിലേകിടും. അതായത് മൻപെരുന്ന വാക്ക് എന്ന് വെച്ചാൽ നല്ല ദയ. അൻപ് എന്ന് വെച്ചാൽ എന്താണ്? ദയ അല്ലെങ്കിൽ കരുണ. മറ്റുള്ളവരോട് കരുണയോട് കൂടി സംസാരിക്കുമ്പോൾ, നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്തുണ്ടാകുന്നു? ഉത്സവം ഉള്ളിലേക്കിടും. എന്തിന്റെ ഉത്സവമായിരിക്കും? സന്തോഷത്തിന്റെ ഉത്സവം അല്ലെ? നമ്മൾ മറ്റുള്ളവരോട്, ഇപ്പൊ നമ്മൾ ടീച്ചർ നിങ്ങളോട് തന്നെ നല്ല കുട്ടിയാണ്, നന്നായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ചെറിയ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടാക്കിയിടും? നല്ല സന്തോഷം ഉണ്ടാക്കിയിടും അല്ലെ? അതായത് ചെറിയ വാക്ക് പോലും ഒരാളുടെ ഉള്ളിൽ നല്ല ദയോട് കൂടിയ, നല്ല കാരുണ്യത്തോട് കൂടിയ വാക്ക് ഒരാളുടെ ഉള്ളിൽ ഒരു ഉത്സവമേകിടും, വലിയൊരു ഉത്സവം തന്നെ സൃഷ്ടിക്കും. ചെറു പുഞ്ചിരി തന്നെ ഈ ഭൂമിയെ പരമാനന്ദ നിവാസമാക്കിയിടും അല്ലെ? ഈ ഒരു ചെറിയ പുഞ്ചിരി തന്നെ നമ്മുടെ ഈ ഭൂമിയെ എന്താക്കിയിടും? പരമാനന്ദം, സന്തോഷത്തിന്റെ അങ്ങേയറ്റമാണ് ആനന്ദം എന്ന് പറയുക, പരമാനന്ദം. അങ്ങനെ നമ്മുടെ ഈ ഒരു ഭൂമിയെ സന്തോഷത്തിന്റെ ഒരു ഒന്നാക്കി എന്ത് മാറ്റിടും? ഒരു ചെറു പുഞ്ചിരിക്ക് മാറ്റാൻ സാധിക്കും. ചെറുധന്യനു നന്മ ചെയ്തുകൊണ്ടൊരു ഛേദം വരുകില്ലെങ്കിലും. ഛേദം എന്ന് വെച്ചാൽ എന്താണ്? അനക്ക് എന്തെങ്കിലും ഛേദം ഉണ്ടോയിക്കും അല്ലെ? നമ്മള് ഞാൻ ഇത് ചെയ്തോണ്ട് അനക്ക് വല്ല ഛേദം ഉണ്ടോയിക്കും. ഛേദം എന്ന് വെച്ചാൽ എന്താണ്? നഷ്ടം അല്ലെ? അതായത് നമ്മൾ അന്യന്, ചെറുതന്യന്, അന്യൻ എന്ന് വെച്ചാൽ ആരാണ്? അതായത് നമ്മളായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പുറമേ ഉള്ള ആളുകളെയും നമ്മൾ അന്യൻ എന്ന് പറയുക.
അതായത് നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് വരികയില്ല, ഒരു ഛേദം വരികയില്ല. അതായത് ഒരു നഷ്ടവും നമുക്ക് അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല. പകരം നമുക്ക് എന്തേ ഉണ്ടാവുകയുള്ളൂ, നല്ലത് മാത്രമേ പിന്നീട് നമുക്ക് വരികയുള്ളൂ. പരനില്ലുപകാരമെങ്കിലി നരജന്മത്തിനു മാറ്റുമറ്റുപോം, അല്ലെ? അതായത് നമ്മൾ പരനില്ല, മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്തിട്ടില്ലെങ്കിൽ നരജന്മം. എന്താണ് നരം എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യൻ എന്നുള്ളതിന്റെ മറ്റൊരു വാക്കാണ് നരൻ. നരജന്മം എന്ന് വെച്ചാൽ മനുഷ്യജന്മം. മാറ്റ്, അതിന്റെ ഗുണം നമ്മളറിയില്ലേ, സ്വർണത്തിന്റെ മാറ്റ്, പത്തര മാറ്റ് എന്നൊക്കെ പറയല്ലേ, അതിന്റെ ഗുണം, അതിന്റെ ആ ഒരു ക്വാളിറ്റി, മനുഷ്യൻ എന്നുള്ള ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകും, അല്ലെ? അറ്റുപോകും എന്ന് വെച്ചാൽ അത് മുറിഞ്ഞു പോകും, നഷ്ടപ്പെട്ടു പോകും. എപ്പോൾ നമ്മളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കൊരു ഉപകാരമില്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിന്റെ അർത്ഥം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്വാളിറ്റി തന്നെ അവിടെ ഇല്ലാതാവുകയാണ്. അതായത് ചെറുത് എന്നുള്ളത് നിസാരമായിട്ടുള്ള ഒന്നല്ല. ചെറുതിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ഭൂമി, ചെറിയ മൺതരികൾ ചേർന്നാണ് ഭൂമി ഉണ്ടായിട്ടുള്ളത്. ചെറിയ തുള്ളികൾ ചേർന്നിട്ടാണ് വലിയ സാഗരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ചെറിയ വാക്കുകളാണ് ഓരോരുത്തരുടെയും ഉള്ളിൽ വലിയ ഉത്സവമാക്കിയിട്ടുള്ളത്. ചെറിയ പുഞ്ചിരിയാണ് ഈ വലിയ ഭൂമിയെ തന്നെ പരമാനന്ദത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ചെറിയ ഉപകാരം ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, നമ്മുടെ ഈ ഒരു ജീവിതം എന്നുള്ളത് അർത്ഥവത്താകുന്നത് എന്നാണ് ഈ ഒരു കവിതയിലൂടെ കുമാരനാശാൻ, പ്രത്യേകം ശ്രദ്ധിക്കണം, ആരാണ് കവി? കുമാരനാശാൻ, അല്ലെ? ആശാൻ ഈ ഒരു കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കവിതയുടെ അർത്ഥം മനസ്സിലായോ? ഇതിന്റെ ആശയം ഒക്കെ നമ്മളോട് ചോദിക്കാം. അപ്പോ കവിത തന്നെ നിങ്ങൾ എടുത്ത് എഴുതരുത്. ഇതിൽ കവിതയിൽ എന്താണ് പറയുന്നത് എന്നാണ് കവിതയുടെ ആശയമാക്കി എഴുതേണ്ടത്. ഇനി നിങ്ങൾ ഈ ഒരു ഭാഗത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കൂ. ഇവിടെ ഒന്നാമത്തതിൽ അർത്ഥം എഴുതുക എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലേ? അവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ വാക്കുകൾ? അൻപ്, ഏകുക, ഛേദം, പരമാനന്ദം. അൻപ് എന്ന് വെച്ചാൽ എന്താണ്? അതെ, ദയ അല്ലെങ്കിൽ കരുണ. ഏകുക എന്ന് വെച്ചാൽ നൽകുക. ഛേദം എന്ന് വെച്ചാൽ നഷ്ടം. പരമാനന്ദം വളരെ അധികം സന്തോഷം. മനസ്സിലായോ? പ്രവർത്തനം 2 നോക്കൂ. പര്യായം എഴുതുക. സമുദ്രം, മനുഷ്യൻ. സമുദ്രം എന്നുള്ളതിന്റെ പര്യായപദം എന്തൊക്കെയാണ്? കവിതയിൽ തന്നെ പറയുന്നുണ്ട്, അല്ലേ? ആഴി, സാഗരം. മനുഷ്യൻ്റെതോ? മർത്യൻ, നരൻ അല്ലെങ്കിൽ മാനവൻ. നരൻ എന്ന് നിങ്ങളുടെ കവിതയിൽ തന്നെ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ അത് രണ്ടും കിട്ടിയില്ലേ? അടുത്ത് നോക്കൂ. പിരിച്ചെഴുതുക. നൽപ്പെഴുമൂഴി പരനില്ലുപകാരം. നൽപ്പെഴുമൂഴി എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? നൽപ്പ് പ്ലസ് എഴും പ്ലസ് ഊഴി. പരനില്ലുപകാരം എന്നതോ? പരൻ പ്ലസ് ഇല്ല പ്ലസ് ഉപകാരം, അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? അടുത്ത് നോക്കൂ. ചേർത്തെഴുതുക. നിവാസം പ്ലസ് ആക്കിടും. എങ്ങനെ എഴുതാം? നിവാസമാക്കിടും, അല്ലേ? അങ്ങനെയെങ്കിൽ വരിക പ്ലസ് ഇല്ല പ്ലസ് എങ്കിലും എങ്ങനെ എഴുതാം? നല്ല സിമ്പിളാണല്ലേ? വരിക ഇല്ലെങ്കിലും. മനസ്സിലായോ? അടുത്ത് നോക്കൂ. പദങ്ങൾ വേർതിരിക്കാം. അവിടെ ഒരു ചെറുധന്യന് എന്നുള്ളതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ചെറുധന്യൻ എന്നുള്ള ആ ഒരു പദത്തെ 2 പദമാക്കി മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ചെറുത്, അന്യന്, അല്ലേ? അപ്പോൾ പരനില്ലുപകാരം എങ്ങനെ നമുക്ക് മാറ്റാം? പരൻ, ഇല്ല, ഉപകാരം. അങ്ങനെ 3 വാക്കുകളായി അതിനെ മാറ്റാം. അടുത്ത് നോക്കൂ. കര കാണാതെഴുമാഴിയായതും. അതിനെത്ര പദങ്ങളാക്കി തിരിക്കാമെന്ന് നോക്കിയാലോ? കര എന്നുള്ളത് ഒരു വാക്കാക്കി തിരിക്കാം, അല്ലേ? കാണാതെ ഒരു വാക്കാണ്, അല്ലേ? അപ്പം കര, കാണാതെ, ഏഴു, ആഴി, ആയതും, അല്ലേ? അപ്പം എത്ര വാക്ക് കിട്ടി? കര എന്നുള്ളതൊരു വാക്ക്, കാണാതെ, ഏഴു, മാഴി, ആയതും. അപ്പം 5 വാക്ക് ആ ഒരൊറ്റ പദത്തിൽ നിന്ന് നമുക്ക് കിട്ടിയല്ലേ? ലാസ്റ്റത്ത് നോക്കൂ.
നൽപ്പെഴുമൂഴിയായതും. നൽപ്പെഴു എന്നുള്ളത് ഒരു വാക്കാണ്, ഊഴി എന്നുള്ളത് മറ്റൊരു വാക്കാണ്, ആയതും എന്നുള്ളത് വേറൊരു വാക്കാണ്. അപ്പോൾ ഒറ്റ പദത്തിൽ നിന്നും 3 പദങ്ങൾ നമ്മൾ വേർതിരിച്ചു അല്ലേ? ഇങ്ങനെ വേണം പദങ്ങൾ വേർതിരിക്കാൻ. മനസ്സിലായോ? ഇതൊരു സിമ്പിൾ ട്രിക്കാട്ടോ. നമ്മൾ വേർതിരിച്ചെഴുതാൻ പറയുമ്പോൾ നമ്മൾ പിരിച്ചെഴുതൂലേ, അതിൽ ആ പ്ലസ് കൊണ്ട് ഒഴിവാക്കിയിട്ട് കോമ ഇട്ട് എഴുതിയാൽ മതി. അപ്പോൾ 2 ആൻസർ ഒരുപോലെ ഇരിക്കും. അടുത്തത് നോക്കൂ, തിരഞ്ഞെടുത്ത് എഴുതാം. ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ എടുത്തെഴുതുക. അവിടെ കുറച്ച് 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആഴി, ഭൂമി, നരൻ. അതേ അർത്ഥം വരുന്ന വാക്കുകൾ ആ ബോക്സിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആഴി എന്ന അർത്ഥം വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ആഴി എന്ന് വെച്ചാൽ എന്താണ്? സമുദ്രം. പിന്നെ നമുക്ക് എന്തെടുത്തെഴുതാം? സാഗരം അല്ലേ? രണ്ടും ഏത് അർത്ഥം വരുന്ന തന്നെയാണ്? ആഴി എന്നുള്ള അർത്ഥം വരുന്ന വാക്കുകളാണ്. ഭൂമി എന്ന അർത്ഥം വരുന്ന വാക്കുകളോ? നിങ്ങൾക്കറിയാം, ഊഴി, അതുപോലെ വസുധ. വസുധ എന്ന് പറഞ്ഞാലും എന്തർത്ഥം വരും? ഭൂമി എന്നുള്ള അർത്ഥം വരും. മനസ്സിലായോ? അടുത്തത് നരൻ എന്ന് കണ്ടോ? നരൻ എന്ന് വെച്ചാൽ ആരാണ്? മനുഷ്യൻ അല്ലേ? മനുഷ്യൻ എന്നർത്ഥം വരുന്ന വാക്കുകളുടെ ബോക്സിൽ ഏതൊക്കെയാണ്? ബാക്കി 2 അവിടെ ഉള്ളൂ. ഏതൊക്കെയാണ്? മാനവൻ, മർത്യൻ. അപ്പോൾ അതവിടെ നരൻ എന്നുള്ളതിൻ്റെ നേരെ എഴുതി കൊടുക്കുക. അടുത്തത് നോക്കൂ, അടിവര ഇട്ടിരിക്കുന്ന പദത്തിനു പകരം അതേ അർത്ഥം വരുന്ന മറ്റൊരു പദം ചേർത്ത് വാക്യം മാറ്റി എഴുതുക. അവിടെ കൊടുത്തിട്ടുണ്ട്, പരന് ഉപകാരമില്ലാത്തതാണെങ്കിൽ നരജന്മം കൊണ്ടുള്ള ഗുണം ഇല്ലാതെയാകും. പരന് എന്നുള്ളത് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലേ? പരന് എന്നുള്ളതിൻ്റെ അതേ അർത്ഥം വരുന്ന മറ്റു പദം ഏതാണ്? അന്യന് എന്നെഴുതാം അല്ലേ? അടുത്ത് നോക്കൂ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ചെറുതുള്ളികൾ ചേർന്ന് എന്തുണ്ടാകുന്നു എന്നാണ് കവി പറയുന്നത്? ചെറുതുള്ളികൾ ചേർന്നു തന്നെ ഈ കര കാണാതെഴും ആഴിയായതും. ആഴി എന്ന് വെച്ചാൽ സമുദ്രം അല്ലേ? ചെറുതുള്ളികൾ ചേർന്നിട്ടാണ് വലിയ സമുദ്രങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് കവി പറയുന്നത്. 9ാമത്തെ ചോദ്യം നോക്കൂ, ഒരു വാക്യത്തിൽ ഉത്തരം എഴുതുക. ചെറുപുഞ്ചിരി കൊണ്ട് എന്ത് സാധിക്കുമെന്നാണ് കവി പറയുന്നത്? ചെറുപുഞ്ചിരി തന്നെ ഭൂമിയെ പരമാനന്ദ നിവാസമാക്കിടും. അതായത് ഭൂമിയെ തന്നെ എന്താക്കി തേടും? സന്തോഷത്തിൻ്റെ ഒരു നിറകുടമാക്കി ഭൂമിയെ മാറ്റാൻ എന്തിന് സാധിക്കും? ചെറുപുഞ്ചിരിക്ക് സാധിക്കും. അടുത്ത് നോക്കൂ, വരികൾ എഴുതാം. താഴെ കൊടുത്തിരിക്കുന്ന ആശയം വരുന്ന വരികൾ ചെറുതുള്ളികൾ എന്ന പാഠത്തിൽ നിന്നും എടുത്തെഴുതുക. എന്തൊക്കെയാണ് ആ വരികൾ? ചെറുതാണെങ്കിലും സ്നേഹമുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ സന്തോഷം ജനിക്കും അല്ലേ? ചെറിയതാണെങ്കിലും നല്ല സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടാകും എന്നർത്ഥം വരുന്ന ഒരു വരി ഏതാണ് കവിതയിൽ നിന്ന് വരുന്ന? ചെറുതെങ്കിലും മൻപെരുന്ന വാക്കൊരുവൻ ഉത്സവമുള്ളിലേകിടും അല്ലേ? ആ ഒരു വരികളുടെ അർത്ഥം എന്താണ്? ചെറുതാണെങ്കിലും സ്നേഹമുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ സന്തോഷം ജനിക്കും. അടുത്ത് നോക്കൂ, ഒരാൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു നന്മ ചെയ്യണം, അതുകൊണ്ട് നമുക്കൊരു കുറവും വരികയില്ല. അതായത് നമുക്കൊരു നഷ്ടവും വരികയില്ല. അതേതാണ്? ചെറുധന്യനു നന്മ ചെയ്യുക കൊണ്ടൊരു ഛേദം വരികില്ല എങ്കിലും അല്ലേ? നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്തത് കൊണ്ട് ഒരു നഷ്ടവും വരില്ല എന്നർത്ഥം വരുന്ന വരി കവിതയിൽ നിന്നും അതാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ചെറുതുള്ളികൾ എന്ന പാഠഭാഗത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും പഠന പ്രവർത്തനമൊക്കെ കണ്ടില്ലേ? അപ്പോ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട വർക്ക് ഈ ചെറുതുള്ളികൾ എന്നുള്ള കുമാരനാശാന്റെ കവിതയുടെ ആശയം നമ്മുടെ നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അവിടെ എഴുതി വെക്കുക. ആശയം എങ്ങനെ എഴുതാന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ്? കവിതയിൽ കവി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പാരഗ്രാഫ് ആക്കി എഴുതുക. മനസ്സിലായോ? അതുപോലെ ഈ കവിതയുടെ കവിത ചൊല്ലിയിട്ട് അതിന്റെ ഓഡിയോ ഇന്ന് നിങ്ങൾ സെൻഡ് ചെയ്യുക. ഇത്രയുമാണ് നിങ്ങളുടെ വർക്ക്. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള പാഠഭാഗങ്ങളുടെ റിവിഷനുമായിട്ട് വരാം. അതുവരെ നല്ല മക്കളായിട്ടിരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ആക്കാം.
എല്ലാവർക്കും നന്ദി.